എടുക്കാനാണ്. പറയാൻ പച്ചക്കറി 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 ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ്. ഹലോ ഗൂയിസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ കനോലി വരെ ഒന്ന് പോവാണ് കേട്ടോ ഗൈസ്. കേട്ടോ ഞങ്ങൾ വണ്ടി മേലെ ഉണ്ട് പോണേ. ഞാൻ ഡ്രൈവറെ കാണിച്ചു തരാം കേട്ടോ. റോട്ടിൽ കൂടെയാണോടാ വണ്ടി ഓടിക്കണം. ഇതാണ് നിലമ്പൂരിപ്പാട്ട് നടുന്ന സ്ഥലമാണിത്. മരണക്കിണർ പകുതി ഉണ്ട്, ബാക്കി പകുതി പൊളിഞ്ഞു പോയിട്ടത്. എന്തെങ്കിലും തോണിയൊന്നും കാണാനേ ഇല്ല, ഒക്കെ പോയി. ദൂരം കഴിഞ്ഞ പറമ്പ് പോലെ ആയിട്ടുണ്ട്. കഴിച്ചപ്പോൾ ഞങ്ങളിതാ കനോലിയിലേക്ക് എത്തിയില്ല. അവിടെ എത്തണം. ശരിക്കും ഇതാണ് നമ്മുടെ കനോലി. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ഫ്രീ ആണ് കേട്ടോ. ഇവിടെ ഒരാളെ പരിചയക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ ടിക്കറ്റും പാർക്കിംഗ് ഫീ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്രയാണ്. ഇവിടെ വരാറില്ല പൈസ. ആർക്കും വരാം, എപ്പോഴും വരാം. എവിടെ പോയാലും ഇങ്ങനെ ഒരു വീഡിയോ മസ്റ്റാണ്. ഞങ്ങളെല്ലാ വീഡിയോയിലും ഞങ്ങളിങ്ങനെ ഒരു നടത്തം എപ്പോഴും ഉണ്ടാവും. അപ്പം ഇതാണ് സ്ഥലം. മറ്റേ ചതിക്കാത്ത ചന്തു കണ്ടില്ലേ? നിഗൂഢമായ സ്ഥലം. ആരും പേടിച്ചു പോകും, വിജൃംഭിച്ചു പോകും. ഭയാനകമായ കൂരിരുട്ട് അല്ല, കുറച്ച് വെളിച്ചുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആന പുലിയില്ല, ആന ഏത് നിമിഷവും വരാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന ഉണ്ട്, സൂക്ഷിക്കുകയാണ്. ഇതാണ് സ്ഥലങ്ങൾ. കണ്ടില്ലേ? നല്ല രസമുള്ള സ്ഥലമാണ്. ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ വീട് എടുക്കണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടിച്ചു പൊട്ടിച്ചേക്കും. നോക്കണം കേട്ടോ. ഇവിടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നല്ല രസമാണ്. നമുക്ക് അടിച്ചു പൊളിച്ച് പോവാം. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് വന്നാൽ തേക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഗൈസ്. തേക്ക് അന്നത്തെ ആ പ്രളയത്തിൽ ഇവിടെ തൂക്കുപാലൊക്കെ പോയിട്ട് അങ്ങോട്ട് പോകാനൊന്നും ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഈ ഒരു കാട് ഇങ്ങനെ ചുറ്റി നടക്കാനേ പറ്റുള്ളൂ. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. നല്ല രസമാണ്, നല്ല തണുപ്പാണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. വൈബ് കിട്ടണ്ടോലും ഇങ്ങോട്ട് വന്നോളൂ ഗൈസ്. ഇതൊരു മഞ്ഞ് മൂടിയ പോലെ. ഇത് ക്യാമറ നോപ്പാണോ? ചെറുതായിട്ട് തുടക്ക്
അല്ലാതെ ഇവിടെ കോടൊന്നും ഇല്ലല്ലോ, കോടല്ലല്ലോ. ഇവിടെ ഒരാളുടെ ചിത്രണ്ട്, പേടിച്ചപ്പിട്ടോ. ശരിക്കും ഇതിന് ഒറ്റക്ക് നടക്കാൻ പേടിയാട്ടോ. കണ്ടില്ലേ, അതാണ് ആന ഗായ്സ്. ഈ ആനനെയാണ് അവളെ പേടിച്ചത്. ഇവിടെ ഇരിപ്പിടൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് ആകെ അലമ്പായി. അങ്ങനെ പതുക്കെ അങ്ങനെ പോയോക്ക. ഇതിൽ കൂടെയൊക്കെ പോകാൻ പറ്റുന്നല്ലായിരുന്നേ, എനിക്കറിയില്ല കേട്ടോ. ആന വരും ആവശ്യം. നമ്മള് പായെന്നൊക്കെ ഇരിക്കണം അവിടെ. നോക്ക്, ഡേഞ്ചർ. കൂരിട്ട് ഓരോ വനത്തിലൂടെ ഞങ്ങൾ 2 പേരും മാത്രം. അതാ അപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. ഇത് കാഴ്ച, ഈ മരം. ഇതെന്താ പറയുക, അവിടെ ഷോപ്പിംഗ് മാള് പണിയുള്ള പരിപാടിയാണ്, പക്ഷെ പകുതി വെച്ചിട്ട് സ്റ്റോപ്പാണ്. എന്തിന്? പിന്നെ പണിയെടുക്കാൻ ആളെ കിട്ടില്ല. കുട്ടിയാണ് ഇതൊക്കെ. നമ്മൾ എന്താണ് ഇതിലൊക്കെ വരുന്നത്? എനിക്ക് പേടിയാണില്ലേ? പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം. ഇവിടെ നിന്നൊരു മനുഷ്യല്ല. നമ്മൾ വഴി തെറ്റിയോ? ഇതിൽ കൂടി ഇല്ലേ വരേണ്ടത്? അതവിടെ എന്തൊരു ബോർഡ് ഉണ്ട്, നമുക്ക് പോയി ആ വായിച്ചോക്കാം. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയൊരു സ്റ്റാൻഡാണ് ഗൈസ്. കണ്ടില്ലേ ദൂരത്തേക്ക് പോയി കളയും അല്ലേ? സ്റ്റാൻഡ് റെഡി. കണ്ടില്ലേ, ഇതാണ് ഗൈസ് ഞങ്ങൾ സ്റ്റാൻഡ്. ഞങ്ങൾ എന്താ, ഞങ്ങൾക്ക് എവിടെ പോയാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സ്റ്റാൻഡ് കിട്ടലുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ കനോലിയിലെ ഒരു പകുതി സ്ഥലം നടന്നു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഒരു സ്റ്റാൻഡൊക്കെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഞങ്ങളെ സെൽഫി വീഡിയോ കിട്ടണ്ടേ, അതിന് വേണ്ടി ഞങ്ങൾ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ഇവിടെ പകുതി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ, ഞങ്ങൾ പേടിച്ച പോലെയല്ല. അവിടെ ദൂരെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി സ്ഥലങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പതിയെ ഇങ്ങനെ കാണിച്ചു തരാം. അതാണ് നമ്മൾ പറഞ്ഞാൽ പിന്നെ എൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാൻ മെയിനാണ്, ഞാനും. അപ്പം ഞങ്ങൾ നടന്ന് അത് അവിടെ എത്താനായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആകെ പൊളിഞ്ഞാടിക്കണം. അപ്പോൾ പിന്നെ ഇതിലെ പോയാലേക്കാരല്ലേ, പോയാൽ കാണുക പറഞ്ഞു. കുറേ മരങ്ങൾ മുറിച്ചണ ഗൈസ്. അത് ഇപ്പം അടുത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിലമ്പൂർ റീജിയൻ, നീലച്ചമ്പൻ, പാറ്റപ്പിടിയ, നീലക്കുരുവി, കീക്കുരുവി, കാളങ്കൂഴി, അസുരക്കാട്, ചൂളക്കാക്ക ദാ ഇതാണ്. ഈ വീഡിയോ എടുക്കുന്ന ആള് ചൂളക്കാക്കയാണ്. കരുടൻ, ചാരക്കാളി, കോഴി, വേഴാമ്പൽ, കോഴി വളഞ്ഞാണ്, ആൽക്കിളി, നാട്ടിലക്കിളി, പനങ്കാക്ക, നീലച്ചമ്പൻ, പാറ്റപ്പിടിയൻ, പച്ചച്ചുണ്ടൻ എല്ലാം ഉണ്ട് ഗായ്സ്. ഇവിടെ ബോർഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളിവിടെ മിണ്ടാതെ. പുലിയുണ്ട്. അതാണ് നമ്മളെ മറ്റേ ചങ്ങായില്ലേ, സീക്രട്ട് ഏജന്റോ, ഓൻ വന്ന് തൊട്ടിട്ടില്ല ഇനി ആ പുലിനെ. ചേട്ടൻ ഇൻസ്റ്റയില് അതുണ്ട് ഇനി അവിടെ. അപ്പം നമുക്ക് അവിടെ ഇങ്ങനെ പോയി നോക്കാം ഗായ്സ്. അവിടെ ഒരു പുലിയുണ്ട്, അതൊന്നും കാട്ടൂല, പാവാണ്. സൂക്ഷിക്കണം. അപ്പോൾ ആ പുലി ഒന്നും കാട്ടൂല, പാവാണ്. നമുക്ക് ഞാൻ വേണ്ടല്ലോ ഇനി. അതാ ഗൈസ്, നമ്മൾ പുലിയുടെ അടുത്തെത്താൻ നിൽക്കണ്. ആ പുലി ഒന്നും കാട്ടില്ല, പാവാണ്. ഞാൻ കാണിച്ചു തരാം, ഞങ്ങൾ തൊടണമൊക്കെ കാണിച്ചു തരാം. പുലി ഞങ്ങളെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. എനിക്ക് കുറവുണ്ടായിരിക്കോ പുലി നോക്കിയിട്ട്. ഞാനൊരു പുലി ആയതുകൊണ്ട് പുലി എന്നെ തന്നെ നോക്കണോണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അതെ ഇതൊരു പുലിയാണ്, അത് സത്യം. പുലിയാണെങ്കിൽ വിജയല്ലേ. അപ്പോൾ ഓക്കെ, ഭയങ്കര പുലിയാണ് കേട്ടോ ഗൈസ്, ചെറുതായിട്ടൊക്കെ. നമ്മളിതാ ഇതിൽ കൂടെ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് വന്നത്. ഇങ്ങനെ നടന്ന് വന്ന് നമ്മൾ നല്ലൊരു സ്ഥലമാണ്, കണ്ടില്ല. അങ്ങനെ നമ്മൾ ഈ പുലിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ടില്ലേ പുലിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ പോയാച്ചു. ഇവിടെ എഴുതി വെച്ച കണ്ടില്ലേ ഞങ്ങൾ ചുമരിലെ ചിത്രത്തിൽ തൊടുന്നതും അപ്പൊ ഈ ആരതി തൊട്ടിട്ടുണ്ട്. പിന്നെ സൂരജ്, വിജേഷ് അല്ലേ, ഓലൊക്കെ തൊട്ടിക്കണ്. അപ്പോൾ ഓൽക്കൊക്കെ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ വലിയ ഒരു അഭിപ്രായം.
നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ ഓർമ്മ വരുന്നത് ഗൈസ്? നമ്മളിങ്ങനെ അവിടെ കുറേ ആൾക്കാരുണ്ട്. അതോ അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മളങ്ങനെ ഇത് പോയി വന്നിട്ട് പോയാലുണ്ട് തിരിച്ചു വരുമ്പോൾ നോക്കി നോക്കാം. ചാലിയാർ കുതിരപ്പുഴ സംഗമം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് പോയോണ്ടിരിക്കാണ്. നമുക്ക് എപ്പോഴും എത്തണ്ടേ? അങ്ങനെയൊന്നുമില്ല, എന്നാലും അടിപൊളി സ്ഥലം. അങ്ങോട്ട് നോക്കി ഗായ്സ്, മരം മുടങ്ങിക്കണ്. നമുക്ക് മുടി വരെ ഓടാനറിയാം. മരം പഴയ മരമല്ല. ജിമ്മിലാടാൻ വെച്ചോ. അവിടെ ഒരു പച്ച വീട് കണ്ടോ, പച്ചപ്പെര കണ്ടോ? പച്ചപ്പെര കുറേ ദിവസം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കണ്ടില്ലേ, ഞങ്ങളെങ്ങനെ കറങ്ങിയാലും കാട്. ഇങ്ങനെ കറങ്ങി തരാം. കണ്ടില്ലേ, ഇങ്ങനെ കറങ്ങിയാലും കാട്. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നു. ആടി നല്ലൊരു തിരുമ്പാങ്കല്ലാക്കണു. ഗൈസ്, അവിടെ നല്ലൊരു തിരുമ്പാങ്കല്ലുണ്ട്. ഞാൻ കാട്ടിത്തരാം. നല്ല തിരുമ്പാങ്കല്ല്. കാല് വെക്കാൻ പറ്റാവോ? കാലൊക്കെ വരക്കാൻ പറ്റിയ നല്ല തിരുമ്പാങ്കല്ലാണ്. ആ ഗൈസ്, ഇത് മൊത്തം തിരുമ്പാങ്കല്ലാണ്. ഉമ്മാര് വന്ന് അവിടെ ഒന്നും വരതാതെ പോലെ ഉണ്ടാവില്ല. പച്ചക്കറി കാട്ടി കൊടുക്കും. ഗൈസ്, കുളിക്കാത്തവർക്ക് കുളിക്കാം എന്നാണ് ഞാൻ കുളിപ്പിക്കുന്നുണ്ട്. ഞാൻ കുളിച്ചിട്ടാ വന്നു, ഇജ്ജ് കുളിച്ചാൽ മതി. കണ്ടില്ല ഗൈസ്, ഇതാണ് പുഴ. അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. എല്ലാവർക്കും വരാം. എല്ലാവരും അവിടെ കുറച്ച് കുട്ടികളുണ്ട്. ഓല് ഫ്രണ്ട്സ് ആയിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടി വന്നാണ്. അതാക്കണ് ഗൈസ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിമ്മ തൊടണ്ട, തൊട്ടാ ഷോക്കടിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആന വരാതെക്കാനാണ്. കണ്ടില്ലേ, കിലോമീറ്റർ അറേബ്യൻ സീ. കണ്ടില്ലേ ഗൈസ്, കുറുവമ്പുഴ, കരിമ്പുഴ, കാഞ്ഞിരപ്പുഴ, ചെറുപുഴ, കുതിരപ്പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല. അതാണ് ഗായ്സ്, കാഞ്ചനമാലിന്റെ പുഴ ഇവിടെ ഉണ്ട് ഗായ്സ്. ആ ഒരു ഇതാ പണ്ട് പോയതോ. അവിടെ വൈബ്, വൈബിന്റെ കട്ടയാ. ചെറിയൊരു കട്ട വൈബ് കണ്ടോ നിങ്ങൾ? കാണണ്ട ഗെയ്സ്, അങ്ങ് ദൂരെ ഒരു വൈബിന്റെ കട്ട കാണുന്നോല് കൈയൊന്നിക്ക. അപ്പുറത്ത് റബ്ബർ തോട്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. ഞങ്ങൾ അങ്ങനെ പോവാണ്. 40 ഉറുപ്പ്യ മുതലായില്ലേ? മുതലായോ? അപ്പോൾ ഇതിലൂടെ ഒന്ന് കാല് വെച്ചിക്കണമെങ്കിൽ മുതലാവും. വേണ്ടടി, എനിക്ക് വെള്ളം അലർജിയാണ്. വേണ്ടാത്തൊന്നും ചെയ്യല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ കേട്ടല്ലോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബെഡായി പൊട്ടിക്കുന്നതാണ്. അയിമ കൂട് കാണുന്നുണ്ടോ ഗൈസ്? കാക്കക്കൂട്. അപ്പം നമ്മൾ ആ ഒരു സ്ഥലത്ത് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. എന്തൊക്കെയോ ചരിത്രം എനിക്കൊക്കെ അറിയാം, പക്ഷെ പറഞ്ഞില്ല. എന്നോട് ചോദിക്കണം. നിർബന്ധിച്ചാലേ പറയുള്ളൂ. ഞാനൊരു 5 മിനിറ്റ് അങ്ങോട്ട് തിരിഞ്ഞിക്കാം. ഇങ്ങോട്ട് ഇങ്ങനെ ചോദിക്കണം. ഓക്കെ, കണ്ടില്ല ഗായ്സ്, മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇവിടെ മരങ്ങൾ മുറിച്ചാൽ പ്രശ്നം ഉണ്ടായതല്ലേ ആണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തിനാലേ ഈ മരങ്ങളൊക്കെ മുറിക്കുന്നത്? ഇവിടെ ഒറ്റ മരങ്ങളില്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ അതൊരു പറമ്പാണ്. അവിടെ ഒരു സാധനം ഉണ്ട് ഗായ്സ്, നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടില്ലേ? അതെന്താ? ഫ്രീക്ക് മുതലല്ലേ? സൂര്യനെ കാണിച്ചോ ഗൈസ്? അവിടെ എവിടെയോ ഉണ്ട്. എവിടെയാണ്?
ഇപ്പോൾ അവിടെ അപ്പുറത്ത് അവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടിക്കണോന്ന് എനിക്കറിയില്ല. ഷോപ്പിങ്ങിനൊക്കെ ജയിക്കൂടെ വയ്യാറിനെ ഇതിനുള്ളിൽ കൂടെയാണ് ഇപ്പോൾ കയറിയത്. ഇത് വെറുതെ ഉള്ളിൽ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് തന്നെ പോരുകയാണ്. അതിനുള്ളിൽ കയറണ്ട, രസമല്ലടി, ഇരുട്ടാണ്. എന്നാ വാ. ഇരുട്ടിന് എനിക്ക് പേടിയാണ്. കാരണം ഇരുട്ടെന്നെ തിന്നു. അതൊന്നും എടുത്തിങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ കണ്ടോടിട്ടാ. ഞങ്ങൾ അതിനുള്ളിൽ പോകണില്ല, അവിടെ ഇരുട്ടാണ്. ചെന്നാ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയൂല. അതെ, ഇതിലെന്നെ കൊടുക്ക. അപ്പൊ നമ്മള് തിരിച്ചങ്ങോട്ട് തന്നെ പോവുകയാണ്. കേസട്ടങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അതൊക്കെ സങ്കടം ഉണ്ട്, കണ്ടോളം മുഖത്ത് സങ്കടം. ജലദോഷം വരും എന്നൊക്കെ. ജലദോഷം പിടിച്ചോണെങ്കിൽ കുട്ടി കരഞ്ഞാണ്. അപ്പൊ ഞങ്ങൾ കുറെ സമയം നിൽക്കാൻ പറ്റൂല, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോവാണ് കേട്ടോ. അസി ബേബി കുഞ്ഞു കുട്ടിയല്ലേ, അധികം പ്ലാൻ ഇല്ലാതെ വന്നൊരു ചെറിയൊരു കടക്കാണിത്. അതെ, ഈ വലിയ വലിയ വീഡിയോസ് ഞങ്ങൾ ഇടും. ഞങ്ങൾ ഒരുപാട് ട്രിപ്പുകൾ ഞങ്ങൾ പ്ലാനിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ ഇടും. അപ്പോൾ ആ വീഡിയോസൊക്കെ വരും. ഞങ്ങൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെ സപ്പോർട്ടും മുഖ്യമ്പിക്കലേ. അതെ, എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം, മറക്കരുത്. സത്യം വന്നല്ലേ കുഴങ്ങില്ലേ? നടക്കണേ അത് കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. അല്ല ആന പൂജയൊക്കെ വരികയാണെങ്കിൽ ബാക്കിലൊരു പട്ടിനെ വിട്ടാലും മതി. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്തെത്തിയിട്ടു. ഞങ്ങൾ ഈ വഴിയാണ് വന്നത്, ഇനി തിരിച്ചു പോണത് ഞങ്ങൾ ഈ വഴി കൂടെയാണ്. നേരത്തെ കണ്ട തിരുമ്പാങ്കലുള്ള ആ വഴിയിലൂടെയാണ് ഞങ്ങൾ തിരിച്ചു പോണത് കേട്ടോ. എല്ലായിടത്തും കാട് തന്നെയാണ്. എന്താണ് റോ മെറ്റീരിയൽ സെക്ഷൻ, ഓഫീസ്. മോനെ പാമ്പ്, പാമ്പിനെ പേടിയിലൊന്നും വരണ്ട കേട്ടോ. അവിടെ വലിയ പാമ്പുണ്ട്, മലമ്പാമ്പ്. ആ, തലല്ലാത്ത പാമ്പാണ്, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. തൂക്കുപാലം ഇവിടെ ഇല്ലേന്നോ? സ്ലോ മോഷനിൽ നടന്നു പോകട്ടോള്. ഓളെ വീഡിയോ സ്ലോമോ ആക്കണ്ട, ഓള് സ്ലോമോയില് നടക്കാ പറഞ്ഞു. എന്ത് പാമ്പാണോ? അല്ല. അപ്പോൾ ഇവിടെ ഇതിലായിരുന്നു നമ്മൾ ആദ്യം തൂക്കുപാലം ഇവിടെ ഉണ്ടായിരുന്നത്. തൂക്കുപാലത്തേക്ക് നമ്മൾ ഇതിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിൽ ആരെങ്കിലും ആരോഗ്യവാന്മാരാണോ? ആരോഗ്യവാന്മാരാണെങ്കിൽ ഇത് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. ആരോഗ്യവാന്മാരാരെന്നുള്ളതാണ് ഇതിൽ പറയണത്. മിതമായ ആഹാരം കഴിക്കുക, ശരിയായ വ്യായാമം ചെയ്യുക, ചിന്തിച്ച് പ്രവർത്തിക്കുക. അത് ഇവർക്ക് തീരെയല്ല കേട്ടോ. വിഷയാസക്തി ഒഴിവാക്കുക, യഥാശക്തി ദാനം ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കുക. അത് ഞങ്ങൾ സ്നേഹിക്കലുണ്ട് കേട്ടോ. സത്യം മാത്രം പറയുക, ഇവള് നുണ മാത്രം പറയുള്ളൂ. ക്ഷമയും സജ്ജന സംസർഗവും പുലർത്തുക എന്നിവ ചെയ്യുന്നവൻ ആരോഗ്യവാൻ എന്ന് അഭിജ്ഞമതം. അപ്പോൾ ഇതെന്താണ്? കനോലി പ്ലോട്ടിലേക്ക് സ്വാഗതം. ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന തേക്കുതോട്ടം നട്ടുപിടിപ്പിച്ചത് 1846 കേട്ടോ. ഇത് കാണിച്ചപ്പോ ജങ്കാറുണ്ട് അവിടെ. ഇവിടെ ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതില്ല. ഇനി വരുമായിരിക്കും. 80 രൂപയാണ് ടിക്കറ്റിന് കേട്ടോ. അപ്പം ഇതിൽ കൂടെ ആയിരുന്നു ആദ്യം. പട്ടി പണ്ടായിരുന്ന പേടിച്ചു. എന്ത് പട്ടിയടി? ഇങ്ങട്ടാ ഇങ്ങട്ടാ ഗൈസ്. അപ്പം അതിലൊരു പട്ടി വരുന്നുണ്ട്. ഞങ്ങൾ
ഒരു പട്ടി അതിലെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളെ കണ്ട് പട്ടി പേടിച്ച് ഇതാ അതിലങ്ങനെ പോയി. നിക്ക് പോട്ടെ, പോയിട്ട് പോവാ. പട്ടിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വടിയൊക്കെ എടുത്താണ്. പട്ടിനെ അടിക്കാൻ വേണ്ടിയിട്ട് തൊടുവന്ന് കിട്ടിയൊരു വടി എടുത്തതാണ്. കൈ ആകെ അലമ്പായി. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. നമ്മൾ കടുവക്ക് 25, പുലിക്ക് 12ക്ക് 17. അതെ, പാവം. അതിന് ടീനേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാറാണ്. ഇത് കണ്ടോ, ഒരു പയ്യപ്പര നക്ഷത്രവനം. ഇവിടെ ഇതാ കുറേ ചെറിയ ചെറിയ മരങ്ങൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റുമല്ലേ? പറ്റുമായിരിക്കും. കാട്ടിക്കല്ലേ ഞാനിവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ. അപ്പം ഞങ്ങൾ വന്നിട്ടോ, ഇതാ ഞങ്ങൾ വന്ന വഴിയാണ് കണ്ടിട്ടോ. നോക്കടി, എൻ്റെ കൈ കണ്ടോ ഗായ്സ്? ചളിയാണ് ഗായ്സ്, ചളിയാണ് ഗായ്സ്. നിലമ്പൂര് ഞങ്ങളാണ് ബട്ടർഫ്ലൈസ് ഇൻ നിലമ്പൂരാണ് കേട്ടോ കാണുന്നത്. ഞങ്ങളതിൽ പെട്ട തന്നെയാണ്. ചെറുതായിട്ട് നടു റോഡോ നാട്ടു റോസ് അറിയാതെ വായിച്ച എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഇല്ല കേട്ടോ ഗായ്സ്, മലയാളം കൊലച്ചേ അറിയുള്ളൂ. കൊലച്ച് അപ്പം ഇതാണ് കേട്ടോ ഞങ്ങൾ നിലമ്പൂരത്തെ പൂമ്പാറ്റനെ കാണാൻ നല്ല ചൊറുക്കാണ് ഗായ്സ്. നിലമ്പൂരത്തെ പൂമ്പാറ്റകളാണ്. വഴിക്കൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ വഴിക്കൂടെ ഇങ്ങനെ വന്ന് നമ്മൾ കയറിയ വഴിയില്ലേ അവിടേക്ക് എത്താനായി. ചെറുക്കാ കാട്ടുകൂടിയൊക്കെ കൗതുക ലേശം കൂടുതലാ ഗായ്സ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ പേര് എഴുതി വെച്ച്, ഇതിലൊക്കെ പേര് എഴുതി വെച്ച് ഈ മതിൽ നശിക്കുഷിയാക്കിക്കണത്. നശിക്കുഷിയാക്കി ഗായ്സ്. അപ്പോൾ നമ്മൾ എൻട്രീൻ്റെ അവിടെ എത്താനായി. അപ്പോൾ കേട്ടോ ഞങ്ങൾ എക്സിറ്റിൻ്റെ അവിടേക്ക് എത്തി. അവിടെ ആകെ പുകയാണ് ഗായ്സ്. പുകച്ച് പുറത്തെടുക്കും. ഞങ്ങളെ പുകച്ച് പുറത്ത് ചടിക്കാനുള്ള പരിപാടിയാണ്. എനിക്കിത് ചാടാൻ കഴിയോ? എന്നാ ചാടിക്കോ. അപ്പൊ ഇജ്ജ് പറഞ്ഞു ഞാൻ അപ്പളയാ പറഞ്ഞതല്ലേ. അപ്പം കണ്ടില്ലേ, അപ്പം നമ്മൾ അവിടെ എത്താനായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഫോണെടുക്കാം. അല്ല, ഇവിടുത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നമുക്ക് ഇനി വളഞ്ഞ് വീട്ടിൽ ചിലപ്പോൾ കൊണ്ടാക്കുള്ളൂ കേട്ടോ. ലൈമും പപ്സും വാങ്ങി തരുകയാണെങ്കിൽ ഞാൻ കൊണ്ടാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ ഇവിടുന്ന് ബസ് അയച്ചു വിടും. അതാണ് എൻ്റെ പ്ലാൻ. രാവിലെ